നമ്മളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ആ പച്ചക്കറി ചെടികൾ കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിയുമ്പോൾ ആ ചെടികൾ അതേപടി അവിടെ അങ്ങനെ നിന്ന് ഉണങ്ങി പോകാറാണല്ലോ പതിവ്. എന്നാൽ ഒരേ വഴുതന ചെടിയിൽ നിന്നും 3-4 വർഷക്കാലം തുടരെ ഇരട്ടിയായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. ഒരു വർഷത്തെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഉണങ്ങാറായിട്ട് നിൽക്കുന്ന ഈ വഴുതന ചെടിയിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് ഇരട്ടിയായിട്ട് എങ്ങനെ വിളവെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. കാര്യമായ ചെലവുകളൊന്നും കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന അല്ലറ ചില്ലറ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായിട്ട് നമുക്ക് ഈ വഴുതനയിൽ നിന്നും വിളവെടുക്കാനായിട്ട് കഴിയും. വിശ്വാസയോഗ്യമായ വഴുതനങ്ങ യഥേഷ്ടം നമുക്ക് വീട്ടിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വഴുതന ഇവിടെ ഇതേപടി കൃഷി ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വിത്ത് മുതൽ വിളവ് വരേക്കുള്ള ആദ്യ വർഷത്തെ വീഡിയോകൾ ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളും കൂടി പോയി കാണുകയാണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ കൃഷി ചെയ്തതിനെ കുറിച്ചിട്ടുള്ള തുടക്കം മുതൽ മനസ്സിലാക്കാനും കഴിയും. മുൻ വർഷത്തെ വിളവെടുപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണങ്ങി പോകാറായിട്ടുള്ള ഈ വഴുതന ചെടികളുടെ കമ്പുകൾ മുറിച്ചു മാറ്റിയ ശേഷം പൊടിച്ചു വന്ന് കായ്ച്ചിട്ടുള്ള വഴുതനങ്ങകളാണ് ഇത്. ഓരോ വഴുതന ചെടികളിൽ നിന്നും കിലോ കണക്കിന് വഴുതനങ്ങ നമുക്ക് വിളവെടുക്കാം. പരുവമായത് മാത്രം നോക്കി അറുത്തെടുക്കുകയാണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വഴുതനങ്ങ ഇങ്ങനെ അറുത്തെടുക്കാൻ കഴിയും. പരുവമായത് മാത്രം നോക്കിയല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അറുത്തെടുക്കുന്നത്. എത്രത്തോളം അറുത്തു മാറ്റുന്നുണ്ടോ അതിനിരട്ടി മത്സരിച്ച് കായ്ക്കുന്നവയാണ് പലതരം പച്ചക്കറികളും ഇത്തരം വഴുതനകളും. ഇക്കാണുന്ന ഇതൊക്കെ വളരെ ഇളയതാണ്, അറുത്തെടുക്കാൻ മാത്രം പരുവമായിട്ടുള്ളതല്ല. എത്രമാത്രം അറുത്തെടുക്കുന്നുണ്ടോ അത്രയും കണ്ട് വീണ്ടും കായ്ക്കുകയും ചെയ്യും. ഇതുപോലെ നല്ല ഇനം വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് വിളവെടുക്കാനും കഴിയും. ചെടികളിലുള്ള മുഴുവൻ വഴുതനങ്ങയും ഞാൻ ഇപ്പോഴും അറുത്തെടുത്തിട്ടില്ല. പകുതിയോളം വരുന്ന വഴുതനങ്ങ ഇപ്പോഴും ചെടികളിൽ തന്നെ ബാക്കി നിൽപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത്രത്തോളം വഴുതന ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് വീണ്ടും അറുത്തെടുക്കാനായിട്ട് കഴിയും. ഒരു സീസണിലെ വിളവെടുപ്പുകളെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് ഇത്രമാത്രം വിളവ് കിട്ടത്തക്ക തരത്തിൽ എങ്ങനെയാണ് ഞാനിതിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ഈ കൃഷിയിൽ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒന്ന്. ഗ്രോ ബാഗുകളിൽ മുമ്പേ ഉള്ള വളങ്ങൾക്ക് പുറമെ അധികമായിട്ടുള്ള വളങ്ങളൊന്നും ഇതിലേക്ക് പിന്നീട് കൊടുക്കേണ്ടതായിട്ടില്ല. മുമ്പ് പലതരം പച്ചക്കറികൾ കൃഷി ചെയ്ത് കഴിഞ്ഞ പഴയ ഗ്രോ ബാഗുകളിലുള്ള പഴയ മണ്ണുപയോഗിച്ച് ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സോയിൽ മിക്സ് മണ്ണാണ് ഇത്. ഇങ്ങനെ പഴയ ഗ്രോ ബാഗുകളിലുള്ള പഴയ മണ്ണ് ഉപയോഗിച്ച് ഈ സോയിൽ മിക്സ് തയ്യാറാക്കിയതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ ഈ സോയിൽ മിക്സ് എങ്ങനെ തയ്യാറാക്കി എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും. അത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോകൾ കാണാം. 1.5 അടിയോളം ഉയരത്തിൽ മുറിച്ചു മാറ്റിയ പഴയ വഴുതന തണ്ടുകളിൽ നിന്നും കിളിർത്ത് പൊടിച്ചു വന്ന ഈ ശിഖരങ്ങൾ വളർന്ന് പന്തലിച്ച് ഒരുപാട് വഴുതന ഇതിൽ വീണ്ടും കായ്ച്ചു തുടങ്ങും. കമ്പുകൾ ഒടിയാതിരിക്കാൻ ഇതുപോലെ കയറ് കെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇങ്ങനെ 4-5 ബാഗുകളിലായിട്ട് വഴുതന കൃഷി ചെയ്താൽ മതിയാകും. വഴുതനയ്ക്ക് പറ്റിയ മറ്റൊരു വളം എന്ന് പറയുന്നത് ഒരു ദ്രാവക ലായനിയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നത്. അതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും കമ്പ് കുത്തിക്കൊടുക്കുകയും അതുപോലെ കയറ് കൊണ്ട് പിടിച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം കുല കുത്തി കായ്ക്കുന്ന ഈ വഴുതനയുടെ കമ്പുകൾ ഒടിഞ്ഞു പോകാൻ കാരണമാകും. ഇനി ഏതായാലും ഞാനിത് എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തെടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെയാണ് വളം ചേർത്ത് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ആ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വഴുതനങ്ങ വർഷം തോറും കൃഷി ചെയ്യേണ്ടതില്ല. ഒറ്റത്തവണ കൃഷി ചെയ്താൽ വർഷങ്ങളോളം വിളവെടുക്കുകയും ചെയ്യാം. കായ്ച്ച് മടുത്ത വാർദ്ധക്യം ബാധിച്ച ഈ വഴുതന മരങ്ങൾക്ക് പിന്നീട് നമ്മൾ എത്ര വെള്ളവും കൊടുത്തിട്ടും കാര്യമായ പ്രയോജനമൊന്നും കിട്ടുകയില്ല. അതിനു പകരം ഇതിൻ്റെ ചെറുപ്രായത്തിലേക്ക് തന്നെ ഈ വഴുതന ചെടികളെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ചെടികളുടെ മുരട്ടിൽ നിന്നും ഒരു 1-1.5 അടി ഉയരത്തിലേക്ക് ചെടികൾ മുറിച്ചു മാറ്റണം. നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധം ഉപയോഗിച്ചിട്ട് വേണം മുറിച്ചു മാറ്റാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കടകൾ അധികമായിട്ട് ഇളകിപ്പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം.
മഴയില്ലാത്ത കാലത്താണെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വളങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പുതിയ ശിഖരങ്ങളും ഇലകളും കമ്പുകളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതൊരു വേനൽക്കാലത്തേക്കുള്ള കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒക്ടോബർ നവംബർ മാസം മുതൽ ഇങ്ങനെ ചെയ്തു തുടങ്ങാം. ഇതോടൊപ്പം കളകൾ മുളച്ച് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പിഴുത് മാറ്റിക്കളയാം. ഇപ്പോൾ ഇതിനിടയിലുള്ള ദിവസങ്ങളിലോ സമയങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മൾ വല്ലപ്പോഴും ഇതിൻ്റെ മണ്ണ് ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കി വെച്ച് കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉറക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഡോളോമേറ്റോ അതല്ലെങ്കിൽ നീറ്റിയതിന് ശേഷം പൊടിഞ്ഞിട്ടുള്ള കുമ്മായമോ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അധികമായിട്ട് മണ്ണുള്ള ബാഗാണെങ്കിൽ അതിൽ 2 സ്പൂണ് ഡോളോമേറ്റോ അതല്ലെങ്കിൽ ഈ കുമ്മായപ്പൊടിയോ ഇട്ട് കൊടുക്കാം. മണ്ണ് കുറവുള്ള ബാഗിലാണെങ്കിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. കുമ്മായപ്പൊടിയാണെങ്കിൽ അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുമ്മായപ്പൊടിയും ഡോളോമേറ്റും ഒക്കെ വളം വിൽക്കുന്ന കടകളിൽ നിന്നും ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. മണ്ണിലെ കീടാണുക്കളെ പ്രതിരോധിക്കുന്നതിനും മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോളോമേറ്റും അതുപോലെ കുമ്മായവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഈർപ്പമുള്ള മണ്ണും കുമ്മായം അതല്ലെങ്കിൽ ഡോളോമേറ്റുമായിട്ട് ഒന്ന് കുത്തി ഇളക്കി വെച്ച് കൊടുക്കുകയും ചെയ്യണം. ചെടികൾ മുറിച്ച് മാറ്റിയതിന് ശേഷം ഇപ്പോൾ 1.5 മാസത്തോളം ആയിട്ടുണ്ട്. ഡോളോമേറ്റോ കുമ്മായമോ ഇട്ട് കൊടുക്കുക എന്നതല്ലാതെ ഇതിലേക്ക് മറ്റു വളങ്ങളൊന്നും ഇതുവരെയും ചേർത്തിട്ടില്ല. പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇലകളിലെ കീടങ്ങളുടെ ആക്രമണങ്ങൾ കാരണം ചെടികൾക്ക് ശരിയായ ഒരു വളർച്ച കിട്ടുകയില്ല. മാത്രമല്ല വഴുതനയിൽ മുഞ്ഞയുടെ ആക്രമണം ബാധിച്ചു കഴിഞ്ഞാൽ ചെടികൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകാൻ കാരണമാകും. ഇതുവരെ ഇതിൽ വഴുതന കായ്ക്കുകയോ വിളവെടുക്കുകയോ ചെയ്യാനായിട്ടില്ലാത്ത സ്ഥിതിക്ക് വരാനിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കീടങ്ങളെയും പ്രതിരോധിക്കുന്നതിനായിട്ട് ഒറ്റ തവണ ഒരു കീടനാശിനി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാജിക് എന്ന് പറയുന്ന ഈ കീടനാശിനിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ വില. ഇത് കൃഷി സംബന്ധമായ ആഗ്രോ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതിൽ നിന്നും ഒരു 10-15 തുള്ളി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ഇലകളിലും തണ്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഇപ്പോൾ മാത്രം ഒറ്റ തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരിക്കലും തളിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ ഇതിൽ കായ്ഫലങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടാകുന്ന വിളകളിലൂടെ അത് നമ്മെ ബാധിക്കുകയും ചെയ്യില്ല. എത്ര വീര്യം കുറഞ്ഞ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിലും ഗ്ലൗസും മാസ്കും ഉപയോഗിച്ചിരിക്കണം. അതിനുശേഷം ഉടനെ തന്നെ കൈയും മുഖവും സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം. ഇത് ഉപയോഗിക്കുന്നതിന് താല്പര്യമില്ലാത്തവർ നമുക്ക് സ്വന്തമായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതോ പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങാവുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാലും മതി. ഇത് ഇലകളുടെ അടിയിലും മേലെയും അതുപോലെ അതിൻ്റെ തളിരിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ തണ്ടിൻ്റെ എല്ലാ ഭാഗവും നനയത്തക്ക തരത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇതിൻ്റെ തടത്തിലുള്ള മണ്ണിൻ്റെ മുകൾ പരപ്പിലും ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം. മണ്ണിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കൃമികീടങ്ങളും ഇതോടൊപ്പം നശിച്ച് പൊയ്ക്കോളും. അങ്ങനെ കീടങ്ങളുടെ ശല്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം ചെടികളുടെ ഇലകൾ നന്നായിട്ട് പുരോഗതിപ്പെട്ടു വരികയും ചെയ്യും. ഇതുവരെയും ഇതിലേക്ക് വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറി ലായനി ഒഴിച്ചു കൊടുക്കുക എന്നതല്ലാതെ മറ്റ് വളങ്ങളായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടുകൂടി നല്ല കരുത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ശിഖരങ്ങൾ വളർന്നു വരികയും പൂവും കായും ഒക്കെ ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പൂവും കായും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഓരോ പിടി ചാരം ഇതിൻ്റെ മുരട്ടിൽ ഓരോന്നിലും കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വെണ്ണീർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി വെച്ച് കൊടുക്കണം. വേരുകൾക്കൊന്നും കേടുപാട് പറ്റാത്ത തരത്തിൽ ഒന്ന് കുത്തി ഇളക്കി ഇതുപോലെ ഇളക്കമുള്ള മണ്ണാക്കി മാറ്റുക. അതിന് ശേഷമായിരിക്കണം നമ്മളിതിലേക്ക് ചാരം ഇട്ട് കൊടുക്കുന്നത്.
ഏത് തരം പച്ചക്കറികൾക്ക് ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അധികം താമസിയാതെ തന്നെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ ചാരത്തിൽ നിന്നുള്ള പൊട്ടാസ്യത്തിൻ്റെ ലവണങ്ങൾ കിട്ടുന്നതോട് കൂടിയിട്ട് ഈ വഴുതന ചെടികളിൽ ധാരാളമായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു തുടങ്ങുകയും ചെയ്യും. ഒരു 20 ദിവസം ഇടവിട്ട് നമുക്ക് ഇതുപോലെ ഓരോ പിടി ചാരം ചേർത്ത് കൊടുക്കാം. വേനൽക്കാലത്താണെങ്കിൽ പതിവായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതിന് പകരം ചില ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം ജൈവ സ്ലറി ദ്രാവക വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഈ ജൈവ സ്ലറി നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പലതരത്തിലുള്ള പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇങ്ങനെ ബക്കറ്റിലിട്ട് ചെയ്ത് തയ്യാറാക്കുന്നതാണ്. പച്ചക്കറികൾക്ക് വളരെ പോഷക സമ്പുഷ്ടമായ ദുർഗന്ധമില്ലാത്ത ഈ സ്ലറി തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കൂടി കാണുകയും ചെയ്യാം. ഇതുവരെ കൂടെ ഒഴിച്ചുകൊണ്ടിരുന്നത് ഈ ജൈവ സ്ലറി വളമാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കായ്ച്ചുകൊണ്ടിരിക്കുന്ന വഴുതനയായതുകൊണ്ട് തന്നെ 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലേക്ക് ഇത് 1-2 ലിറ്റർ വീതം എടുത്തിട്ട് അതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിൽ നിന്ന് എപ്പോൾ എടുക്കുന്നുണ്ടോ അപ്പോൾ തന്നെ ഇത് അടച്ച് മൂടി വെക്കാനും കൂടി ശ്രദ്ധിക്കണം. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് തടത്തിലെ മണ്ണൊക്കെ ഒന്ന് കുത്തിയിളക്കി വെക്കുകയും കൂടി ചെയ്യണം. ഇത്രയും ആയി കായ്ച്ചു തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞ സോയിൽ മിക്സ് ഇട്ട് കൊടുക്കുക. അതിനു മുമ്പായിട്ട് വിളവെടുക്കാനായിട്ടുള്ളതൊക്കെ അറുത്ത് മാറ്റുക കൂടി ചെയ്യുക. ഇങ്ങനെയൊരു സോയിൽ മിക്സ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഇതിൽ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്കിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അതിനായിട്ട് ഇതുപോലുള്ള ചാക്കുകൾ തന്നെ വേണമെന്നില്ല. വല്ല കോൺക്രീറ്റ് സിമൻറ്റ് തറയിലോ അതല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ചിട്ടിട്ട് അതിലിട്ട് അതിന് മീതെ വല്ല നല്ല പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ട് മൂടി കെട്ടി വെച്ചാൽ മതി. ഇതുണ്ടാക്കിയെടുക്കുന്ന വീഡിയോ അവസാനം കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാം. ഈർപ്പം വിട്ട് വരണ്ടു പോകാതെ ഇരിക്കണം എന്ന് മാത്രം. ഇത് മുമ്പ് നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുള്ള പഴയ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും ചെയ്തിട്ടുള്ളത്. ഇത് ഒറ്റത്തവണ ബാഗുകൾ നിറച്ച് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനു മീതെ വെള്ളമോ അതല്ലെങ്കിൽ ഈ ജൈവ സ്ലറി ലായനിയോ ഒഴിച്ചു കൊടുക്കുക. വല്ലപ്പോഴും ഒക്കെ കുറേശ്ശെ ചാരം ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. ഈ സോയിൽ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരു പരീക്ഷണാർത്ഥം കുറച്ച് മാത്രം ചെയ്ത് നോക്കി വിജയകരമാണെങ്കിൽ ഫലപ്രദമാണെങ്കിൽ മാത്രം കൂടുതലായിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ സോയിൽ മിക്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കുമ്മായം ചേർത്ത് 15 ദിവസം വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണ് വല്ലപ്പോഴും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് മുതലായവ ഉപയോഗിച്ച് പുളിപ്പിച്ച് തയ്യാറാക്കുന്ന സ്ലറികൾ ഒഴിച്ചു കൊടുക്കുക. ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിക്കാഷ്ടം, ചാണകപ്പൊടി പോലുള്ള കാലിവളങ്ങൾ ഒക്കെ കുറേശ്ശെ വല്ലപ്പോഴും ഇട്ട് കൊടുക്കുകയും ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവ സ്ലറി ദ്രാവക അല്ലെങ്കിൽ ആ ലായനി വളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലപ്പോഴും ചാരം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു സീസണിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷത്തേക്ക് വീണ്ടും ഇതുപോലെ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കൃഷി ചെയ്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും വിളവെടുക്കാനായിട്ട് കഴിയും. അധിക കാലത്തേക്ക് ഈട് നിൽക്കുന്ന തരത്തിലുള്ള ഗ്രോ ബാഗുകളോ ചട്ടികളോ ബക്കറ്റുകളോ ഒക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കാലം നമുക്ക് ഇങ്ങനെ വഴുതന കൃഷി ചെയ്ത് വിളവെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ധാരാളമായിട്ട് വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകൾ തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കാനും കൂടി ശ്രമിക്കണം. താഴെയുള്ളതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലേക്ക് വീണ്ടും ധാരാളമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കമ്പുകൾ ഇതിൻ്റെ ശിഖരങ്ങൾ നമ്മൾ പിടിച്ച് കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഒടിഞ്ഞ് മുറിഞ്ഞ് വീണു പോകാനും സാധ്യതയുണ്ട്.
പിന്നെ ഇക്കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. എല്ലാവർക്കും ഭക്ഷ്യസമ്പുഷ്ടമായ ഒരു കാർഷിക സംസ്കാരം ആശംസിക്കുന്നു.